അസ്സലാമു ഇന്നത്തെ വീഡിയോ ചോറിനും ചപ്പാത്തിക്കൊക്കെ പറ്റിയൊരു അടിപൊളി സൈഡ് ഡിഷിൻ്റെ റെസിപ്പിയാണ്. നമ്മുടെ ഇറച്ചിക്കറിയുടെ ടേസ്റ്റിൽ വെക്കുന്ന ഒരു വെജിറ്റേറിയൻ സൈഡ് ഡിഷാണ്. നമ്മളിത് തയ്യാറാക്കുന്നത് വഴുതനങ്ങ വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ റെസിപ്പി തയ്യാറാക്കാനായിട്ട് 2 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. ഇത് വീട്ടിൽ തന്നെ പിടിച്ച വഴുതനങ്ങയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വഴുതനങ്ങ വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. നീളത്തിലോ സ്ക്വയറായിട്ടോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ 2 വഴുതനങ്ങ ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ വെച്ച് കൊടുക്കാം. പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലിനെക്കാട്ടിലും ടേസ്റ്റ് വെളിച്ചെണ്ണയ്ക്കാണ്. അപ്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. 1 മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മളിതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇത് ജസ്റ്റ് ഇതേപോലെ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുകയേ ചെയ്യുന്നുള്ളൂ. അതിനുശേഷം നമുക്കിതൊന്ന് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി ആ സെയിം പാനിൽ തന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ പച്ചക്കുത്ത് മാറുന്നത് വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വരട്ടിയെടുക്കാം. ഉള്ളി ഒന്ന് കുറച്ച് വഴന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ഒരു ചെറിയൊരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഇത്രയൊന്ന് വഴന്ന് കിട്ടിയാൽ മതി. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയും, 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഇത് നല്ലതുപോലെ മുളക് പൊടിയുടെയൊക്കെ ഒരു പച്ചക്കുത്ത് മാറുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ഒരു സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മന്തി മസാലയാണ്. അത് ഓപ്ഷണലാണ്. പക്ഷേ ഇതൊന്ന് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് തയ്യാറാക്കുമ്പോൾ ഈ മന്തി മസാലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇനി നമ്മളിതിലേക്ക് നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഇതെന്നിട്ട് നമ്മളൊന്ന് വറ്റിച്ച് നല്ല കുറുക്കിയെടുക്കാനുള്ളതാണ്. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ കറി ഒന്ന് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വരട്ടി വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കിയതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്ത് ഇതൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഒന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഈ വഴുതനങ്ങ ഒന്ന് ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് കറിക്ക് ടേസ്റ്റ് കൂടും. അപ്പോൾ ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി. ഞാൻ ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കുന്നതിന് തൊട്ടുന്നു മുന്നേ ഇതേപോലെ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്നും കൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ അതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സൈഡ് ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ കുറുകി അടിപൊളിയായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. നമ്മുടെ ചോറിനും ചപ്പാത്തിക്കും ഒക്കെ പറ്റിയൊരു അടിപൊളി സൈഡ് ഡിഷാണ്. നമ്മൾ ആ മന്തി മസാല ഇട്ടത് കൊണ്ട് തന്നെ വേറൊരു ലെവൽ ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ദാ ഇന്നിവിടെ ചപ്പാത്തിയുടെ കൂടാണ് ഈ വഴുതനങ്ങയുടെ സൈഡ് ഡിഷ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.